Dear students, I hope you have viewed the video of previous class. In that session, we discussed about the features of non-trading concern. What is the difference between a non-trading concern and other business organizations? The main feature of a non-trading concern is that it is created for rendering service to its members and to the public. അതല്ലേ അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. നോൺ ട്രേഡിംഗ് കൺസേൺ അല്ലാതെ ബിസിനസ് കൺസേൺ ആകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ്. നമുക്ക് അതാണ് മനസ്സിലായി. അങ്ങനെ ആണെങ്കിൽ കൂടി ഒരു നോൺ ട്രേഡിംഗ് കൺസേൺ മാനേജ് ചെയ്യുന്നത് ഇസ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി elected by its members or by trust or trustee or in the case of charitable institutions. എങ്ങനെയാണെങ്കിലും ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന മാനേജിംഗ് കമ്മിറ്റി ആണെങ്കിലും ട്രസ്റ്റി ആണെങ്കിലും ദേ ആർ അക്കൗണ്ടബിൾ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ ദ ട്രസ്റ്റ്. അപ്പോൾ ഇവര് അതുകൊണ്ട് തന്നെ കുറച്ച് അക്കൗണ്ട് റെക്കോർഡ്സ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. As in the case of other business organizations, ഈ നോൺ ട്രേഡിംഗ് കൺസേണും എന്ത് വേണം, ക്യാഷ് ബുക്ക് സൂക്ഷിക്കണം. ക്യാഷ് ബുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്യാഷ് ബുക്ക് എപ്പോഴും ആവശ്യമാണ്. എല്ലാ ക്യാഷ് ഡീലിങ്സും ഡേ ബൈ ഡേ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനുള്ള ഒരു ഡോക്യുമെൻ്റാണ് ക്യാഷ് ബുക്ക്. അത് നോൺ ട്രേഡിംഗ് കൺസേണും കീപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ പൊതുവിൽ നമ്മൾ പറഞ്ഞു 3 സ്റ്റേറ്റ്മെൻറ്റ്സ്: റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ദെൻ ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ് എന്ന് പറയുന്നുണ്ടായി. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണ് നമുക്ക്. റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി പ്രിപ്പയർഡ് ബൈ എ നോൺ ട്രേഡിംഗ് കൺസേൺ. Receipts and payments account is a summarized cash book of non-trading concerns for a given period, analyzed and classified under suitable heads, including the opening and closing balance. Receipts and payments account എന്ന് വെച്ചാൽ ഇറ്റ്സ് an abridged cash book. ഇപ്പോൾ ക്യാഷ് ബുക്കിലെ ഒരു ചുരുക്കമാണ്, സമ്മറിയാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷനൊന്നും ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിൽ ഡേ ബൈ ഡേ എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ക്യാഷ് റെസിപ്റ്റ്സ്, ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാം അവിടെ വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു അത് ചെക്ക് ചെയ്യണമെങ്കിൽ അതൊന്നും ഓരോ ഡാറ്റയായിട്ട് എടുക്കാൻ എളുപ്പമല്ല. നമുക്കതിൻ്റെ ഹെഡ് തിരിച്ചിട്ട് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി പെയ്ഡ്. സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 മാസം സാലറി കൊടുക്കും. അപ്പോൾ സാലറി എന്ന പേരിൽ ആ ഹെഡിൽ എടുക്കുമ്പോൾ 12 മാസത്തെ സാലറിയും ടോട്ടലായിരിക്കും വരിക. അതുപോലെ വേജസ് അല്ലെങ്കിൽ റെന്റ്, ഓരോ ഹെഡ് തിരിച്ചിട്ട്. ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാലറി ആർക്കൊക്കെ കൊടുത്തു, ഓരോ വ്യക്തിക്ക് കൊടുത്ത സാലറി ഉദ്ദേശിച്ചത് അവിടെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സാലറി ആയിരിക്കാം, ഒരു എക്സാമ്പിൾ. അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേഷനറി വാങ്ങിച്ചു, എമൗണ്ട് ഓഫ് സ്റ്റേഷനറി പർച്ചേസ് ഡ്യൂറിംഗ് ദ പീരീഡ്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ഓഫീസ് സ്റ്റേഷനറി ഒരുപാട് വാങ്ങിക്കുന്നുണ്ടായിരിക്കും, ഒരു മാസം തന്നെ പലതവണ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്യാഷ് ബുക്ക് നോക്കി മനസ്സിലാക്കാൻ എളുപ്പമല്ല. ആ സമയത്ത് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ടോട്ടൽ സ്റ്റേഷനറി എത്ര വന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. എപ്പോഴും ഓൾവേസ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷ് ബുക്കിൽ വരുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് രണ്ടും അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇറ്റ് എൻഡ്സ് വിത്ത് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. അതൊക്കെ ക്യാഷ് ബുക്കിൽ അതേപോലെ തന്നെ. അപ്പോൾ ക്യാഷ് ബുക്കിന് കോപ്പി എന്ന് പറയുന്നില്ല, അതിൻ്റെ അബ്രിഡ്ജ്ഡ് വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ സമ്മറിയാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഇനി എന്തിനാ അത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ രൂപമാണ്, അതേ പ്രൊസീജിയറാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയുള്ള നോക്കിയിട്ട് അതിന് ഉണ്ടാക്കുന്ന ബേസ് ആണ് ഈ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് നോക്കുക.
What are the features of receipts and payments account? എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിക്കാം. Receipts and payments account ഫീച്ചേഴ്സ് ഒന്നാമത്തെ ഇറ്റ്സ് എ റിയൽ അക്കൗണ്ട് ഇൻ നേച്ചർ. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ട് 3 തരം അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സിൽ. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. ഇവിടെ റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. ക്യാഷ് ബുക്കിൽ നിന്ന് എടുത്തതാണ്, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ അബ്സ്ട്രാക്റ്റ് ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ അക്കൗണ്ട് ആയിരിക്കും. കാരണം ഇവിടെ ക്യാഷിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ അബ്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഒരു ചുരുക്കം മനസ്സിലാക്കാൻ നമുക്ക് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇതൊക്കെ ക്യാഷ് ബുക്കിന്റെ സ്വഭാവം തന്നെയാണ് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ്സ്. ഈ ആക്ച്വൽ എന്ന വാക്കിന്റെ പ്രത്യേക ഒരു വളരെയധികം അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ആക്ച്വൽ ക്യാഷ് ഇമ്പോർട്ടൻസ്? ആക്ച്വലി റിസീവ്ഡ് എമൗണ്ട്, എത്ര എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ്, അതുപോലെ ആക്ച്വലി പെയ്ഡ് എത്രയാണ്. അങ്ങനെ പറയാൻ കാരണം അല്ലെങ്കിൽ എങ്ങനെ വരാം? ആക്ച്വലി പെയ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ വരിക, കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട് എന്നർത്ഥം. കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കിട്ടാനുണ്ട്, റിസീവബിൾ പേയബിൾ എന്ന് പറയുന്ന ഭാഗം എവിടെ കാണില്ല? ക്യാഷ് ബുക്കിൽ കാണില്ല. അതുകൊണ്ട് തന്നെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും വരുന്നില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ പേയ്മെന്റ്സോ റിസിപ്റ്റോ മാത്രമേ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ റിസീപ്റ്റ്സ് ആർ റെക്കോർഡഡ് ഓൺ ഡെബിറ്റ് സൈഡ്. സാധാരണ കാണുന്ന ഒരു ലെഡ്ജറിന്റെ അല്ലെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഭാഗത്ത് റിസീപ്റ്റ്സ് ആണ് എൻട്രി ചെയ്യുന്നത്. റിസീപ്റ്റ്സ് അവിടെ ഡെബിറ്റർ ക്രെഡിറ്റ് എന്ന് എഴുതിയാലും ഇല്ലെങ്കിലും റിസീപ്റ്റിനാണ് ഹെഡ് കൊടുക്കുന്നത് റിസീപ്റ്റ്സ്. പക്ഷേ ക്യാഷ് ബുക്ക് അങ്ങനെ വരുന്നില്ല, അവിടെ ലെഡ്ജർ എഴുതുന്നത്. പക്ഷെ റിസീപ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് റിസീപ്റ്റ് എഴുതുന്നത്. അതുപോലെ തന്നെ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡ്. ക്യാഷ് ബുക്കിൽ കിട്ടിയ പേയ്മെന്റ് സൈഡ് വരുന്നത് എല്ലാം ഇവിടെ റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് പേയ്മെന്റ്സ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞു ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, അതാണ് നമ്മൾ ആദ്യത്തെ എൻട്രി ആയിട്ട് വരുന്നത്. റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എപ്പോഴും വിട്ടുപോകരുത്. ഫസ്റ്റ് ഒരു സ്ഥാപനം നോൺ ട്രേഡിംഗ് കൺസേൺ ആരംഭിക്കുന്ന വർഷം അല്ലെങ്കിൽ പുതിയത് ആരംഭിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. അതുപോലെ എൻസ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, അത് അവസാനിക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അവർ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഇസ് എ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, വാട്ട് ഇസ് ഓവർഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഓവർ വിഡ്രോവൽ ഓഫ് മണി ഫ്രം ബാങ്ക്. അങ്ങനെ വരുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എല്ലാം വരുന്നത് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. നമുക്ക് അങ്ങ് കടാണ്. അങ്ങനെ ഓപ്പണിങ്ങിലോ ക്ലോസിങ്ങിലോ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. റെസിപ്റ്റ് സൈഡിൽ കാണിക്കുന്നത് പേയ്മെന്റ് സൈഡിലായിരിക്കും, പേയ്മെന്റ് സൈഡിൽ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ ഇത് ഓരോ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഫിനാൻഷ്യൽ ഇയർ. ഓരോ വർഷം അവസാനം നീക്കിയിരിപ്പ് എത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് എത്രയെന്ന് അറിയാം എന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബേസിന് വേണ്ടിയിട്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. What are the steps involved in preparation of receipts and payments account? കാരണം നമ്മളിങ്ങനെ കുറേ കാര്യം മനസ്സിലാക്കും. അത് എങ്ങനെ എന്തൊക്കെ കാര്യം ഉൾപ്പെടുന്നതാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. In receipts and payments account, it records the opening balance of cash in hand and bank balance on the debit side. നമ്മളതിൻ്റെ പ്രൊസീജിയറാണ്. എപ്പോഴും ആരംഭിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് എങ്ങനെ വരുന്നത്? ഡെബിറ്റ് സൈഡാണ് ക്യാഷ് ഇൻ ഹാൻഡും ബാങ്ക് ബാലൻസും കാണിക്കുന്നത് നോർമൽ കേസ്. ചില സമയത്ത് ഇഫ് ദർ ഇസ് എ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഇറ്റ് മസ്റ്റ് ബി റെക്കോർഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ നോർമൽ കേസിൽ നമുക്കുണ്ടാവുന്ന ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, അത് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. പക്ഷേ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ഒരു സ്വാഭാവികം ചോദിക്കാം, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ക്യാഷ് ഒരിക്കലും എന്ത് വരുന്നില്ല? ക്രെഡിറ്റ് ബാലൻസ് വരുന്നില്ല. കാരണം നിൽ ക്യാഷ് വരാം, സീറോ ബാലൻസ് വരെ വരാം, ഒരിക്കലും മൈനസ് നെഗറ്റീവ് വരുന്നില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് വരുന്നത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് മാത്രമായിരിക്കും. ക്യാഷ് ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ there will be no distinction between revenue and capital items.
റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസും എന്താണെന്ന് നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ സെഗ്രിഗേഷൻ്റെ ആവശ്യം വരുന്നില്ല. ഓൾ ഐറ്റംസ്, ഓൾ ക്യാഷ് receipts and cash payments, whether this revenue item or capital item, should be included in the receipts and payments account as in the case of cash book എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഒരു മെഷീനറി വാങ്ങിച്ചാലോ ഇൻസ്ട്രുമെന്റ് വാങ്ങിച്ചാലോ സാലറി കൊടുത്താലോ അങ്ങനെ ഒരു വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. അവിടെ നോക്കേണ്ട ആവശ്യം എന്താ, ആക്ച്വലി പെയ്ഡ് ഓർ ആക്ച്വലി റിസീവ്ഡ് എന്ന് മാത്രം നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ there will be no distinction whether the amount related to the current period or previous period or future period. ഏത് കാലത്തേക്കുള്ള പേയ്മെന്റ് ആണോ, ഏത് കാലത്തേക്ക് റെസിപ്റ്റ് ആണോ നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അവിടെ ആക്ച്വലി പെയ്ഡ് ഓർ റിസീവ്ഡ് അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ എമൗണ്ട് കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു, കഴിഞ്ഞ വർഷം സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം, കഴിഞ്ഞ വർഷം കിട്ടാനുണ്ടായിരുന്ന അരിയേഴ്സ് ആയിരുന്നു അർത്ഥം. ആ എമൗണ്ട് ഈ വർഷം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ക്യാഷ് ബുക്കിൽ എമൗണ്ട് വരും. പക്ഷേ എന്താണ് ശരിക്കും വാസ്തവത്തിൽ എന്താ, ആ എമൗണ്ട് ഈ വർഷത്തെ അല്ല, ഈ വർഷത്തെ ഇൻകം അല്ല. പക്ഷേ അത് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എമൗണ്ട് റിസീവ്ഡ് ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഹെഡിൽ ചിലപ്പോൾ വരാൻ പോണ വർഷത്തെ ഒരു എമൗണ്ട് ഉൾപ്പെടാം. പക്ഷേ അത് ആക്ച്വലി റിസീവ്ഡ് ആണ്, അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ സ്ഥാനം പിടിക്കും. പക്ഷേ അത് ഈ വർഷത്തെ ഇൻകമായി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് ഡ്യൂറിംഗ് ദ ഇയർ ആർ റെക്കോർഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ആക്ച്വൽ ക്യാഷ് പേയ്മെന്റ്സ് മാത്രമേ എഴുതുള്ളൂ. ഇറ്റ് ഈസ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇൻകം റിസീവബിൾ ഓർ എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം റിസീവബിൾ എന്ന് വെച്ചാൽ ആക്ച്വലി നോട്ട് റിസീവ്ഡ്, എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോട്ട് പെയ്ഡ്. അപ്പോൾ കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല, അതിനൊരിക്കലും അവിടെ എൻട്രി ക്യാഷ് ബുക്കിൽ ആവശ്യമില്ല. അതുപോലെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരുന്നില്ല. കാരണം എന്താ, ദേ ഡു നോട്ട് ഇൻവോൾവ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ക്യാഷ് മൂവ്മെന്റ് ഇല്ല, ക്യാഷ് സ്ഥാപനത്തിന് പുറത്തേക്ക് പോകുന്നയോ കിട്ടുകയോ ചെയ്യില്ല. അതുകൊണ്ട് ആക്ച്വൽ റിസിപ്റ്റോ ആക്ച്വൽ പേയ്മെന്റോ അല്ല. അതുകൊണ്ട് തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഇൻകം റിസീവബിളോ എക്സ്പെൻസ് പേയബിളോ കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. If the debit side of a receipts and payments account shows more amount than the credit side of a receipts and payments account, it means that there is some balance available എന്നാണ് അർത്ഥം. ഇപ്പൊ ക്യാഷിലോ ബാങ്കിലോ ബാലൻസ് ഉണ്ടാവുമ്പോൾ പേയ്മെന്റ് സൈഡിൽ കുറവും റെസിപ്റ്റ് സൈഡിൽ കൂടുതലായിരിക്കും. നേരെ തിരിച്ച് ക്രെഡിറ്റ് സൈഡിലാണ് ടോട്ടൽ എമൗണ്ടിൽ വ്യത്യാസം വരുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടുതലും പേയ്മെന്റ് സൈഡ് കൂടുതലും റെസിപ്റ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അവിടെ എന്തില്ല, ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. കാരണം അവിടെ കാണുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്ന് കടമെടുത്തതായിരിക്കും, ബാങ്ക് ഡ്രാഫ്റ്റിന്റെ ആയിരിക്കാനാണ് സാധ്യത. നോക്കുക, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റേഷൻ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ സർപ്ലസോ ഡെഫിസിറ്റോ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് ഈ വർഷത്തെ റിസൾട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാലൻസ് അറിയാം എന്നല്ലാതെ സർപ്ലസോ ഡെഫിസിറ്റോ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഓൺ അക്രൂവൽ ബേസിസ്. റിസീവബിളും പേയബിളും ഇൻകം കിട്ടാനുണ്ട്, ഇൻകം അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അത് റിസീവ് ചെയ്യാത്ത കാലത്തോളം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് വരുന്നില്ല. അവർ എക്സ്പെൻസസ് അക്രൂഡ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ അരിയേഴ്സ് കൊടുക്കാത്ത കാരണത്താൽ അതും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ വരില്ല. പക്ഷേ ഇൻകം എന്ന് പറഞ്ഞാൽ ആക്ച്വൽ റിസീവ്ഡ് മാത്രമുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ളതും ഒരു പീരീഡ് കിട്ടാനുള്ളതും ഇൻകമായി ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അങ്ങനെ ഒരു എമൗണ്ട് വരുന്നില്ല. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കൊടുക്കാനുള്ളതും ആ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ അതും ഇവിടെ വരുന്നില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാഷ് ബേസിസ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് ബേസിലാണ്, അക്രൂവൽ ബേസിസിൽ അല്ല എന്നാണ്. ഇൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് there will be no difference between capital items and revenue items. ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ ഐറ്റംസ് പറയുമ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ പേയ്മെന്റ്സ് ഉണ്ട്. റവന്യൂ ഐറ്റംസ് പറയുമ്പോൾ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ പേയ്മെന്റ്സ്.
പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ബൈഫ്രക്കേഷൻ വരുന്നില്ല. ഒരു ഫർണിച്ചർ ഒരു അസറ്റ് പർച്ചേസ് ചെയ്താൽ ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്, ഒരു അസറ്റ് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ക്യാപിറ്റൽ റിസിപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എല്ലാം ആക്ച്വലി പെയ്ഡ് ഓർ നോട്ട് ഓർ റിസീവ്ഡ് ഇത് മുഴുവൻ വരുന്നുണ്ട്. ഒരു റവന്യൂ റിസിപ്റ്റ്, ഒരു ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റവന്യൂ റിസിപ്റ്റ് ആയി, ഇൻട്രസ്റ്റ് പേ ചെയ്താൽ അത് സാലറി കൊടുത്ത റവന്യൂ പേയ്മെന്റ് ആയി. ഈ വ്യത്യാസങ്ങളൊന്നും നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒന്നും കാണിക്കുന്നില്ല. മുഴുവൻ എമൗണ്ടും അവിടെ ആക്ച്വലി റിസീവ്ഡ് ആണോ ആക്ച്വലി പെയ്ഡ് ആണോ എന്ന് മാത്രം നോക്കുള്ളൂ. ആ ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നതേ ഇല്ല. അതുപോലെ തന്നെ നോൺ ക്യാഷ് ഐറ്റംസ്, ക്രെഡിറ്റ് അല്ല ക്യാഷ് അല്ല, നോൺ ക്യാഷ് അക്കൗണ്ട് ചെയ്യുന്ന ഡിപ്രീസിയേഷനെ പോലുള്ള ചില കാര്യങ്ങൾ അവിടെ ഒന്നും ക്യാഷ് മൂവ്മെന്റ് വരുന്നില്ല. ക്യാഷ് കൊടുക്കുകയോ ക്യാഷ് കിട്ടുകയോ ചെയ്യുന്നില്ല. പക്ഷേ അത് അക്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന റിസൾട്ട് ആക്ച്വൽ റിസൾട്ട് ആയിരിക്കില്ല. ഈ പറയുന്ന നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ എടുക്കുന്നില്ല. കാരണം അത് കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാഷ് ഐറ്റം അല്ല. ഓൺലി ക്യാഷ് ഐറ്റംസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അതാണ് അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം ഒരു പീരീഡിലെ ആക്ടിവിറ്റി റിസൾട്ട് ആകണമെങ്കിൽ അത് പോരാ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന നോൺ ക്യാഷ് ഐറ്റം പോലുള്ള ഡിപ്രീസിയേഷനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ വർഷത്തെ ശരിക്കുള്ള സർപ്ലസോ ഡെഫിസിറ്റോ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യും. ദിസ് എ മോഡൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എങ്ങനെയാണ് കാണുക നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കാണുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്, അല്ല റിസീപ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് കാണുന്ന റിസീപ്റ്റ്, വലത്തുവശത്ത് കാണുന്ന പേയ്മെന്റ്. ഇവിടെ പർട്ടിക്കുലേഴ്സ് കോളം അല്ല കൊടുക്കുന്നത്, റിസീപ്റ്റ് കോളം പേയ്മെന്റ്സ് കോളം. റിസീപ്റ്റ്സ് ഇടതുവശത്ത് കാണിക്കുന്നു, വലത്തുവശത്ത് പേയ്മെന്റ്സ് കാണിക്കുന്നു. തൽക്കാലം ആ ബാലൻസ് റെഡിങ്ങിൽ കൊടുത്തത് നോക്കണ്ട, ബാക്കിയുള്ള നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ റെസിപ്റ്റ് സൈഡിൽ ക്യാഷ് ബാങ്കിന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ വരുന്നത് എമൗണ്ട് ആക്ച്വലി റിസീവ് ഡ്യൂറിങ് ദ ഇയർ. കറണ്ട് ഇയർ എന്ന് വെച്ചാൽ ഈ വർഷത്തിൽ എത്ര കിട്ടി, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. അത് എന്ത് നോക്കുന്നില്ല. അവിടെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് നോക്കുന്നില്ല. അതിന് പകരം എത്ര എമൗണ്ട് കിട്ടി എന്ന് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. അവിടെ അത് പറഞ്ഞ് വലത്തുവശത്ത് ആക്ച്വൽ എമൗണ്ട് പേ ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ ആക്ച്വലി പെയ്ഡ് എത്ര എന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കിട്ടുന്ന ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് കാണുന്നത് പേയ്മെന്റ് സൈഡാണ് നോർമൽ കേസിൽ വരുന്നത്. അതിന് ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് ഓർ ബാങ്ക്. ഇതാണ് നോർമൽ കേസ് വരുന്നത്. ഇനി ചില സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് എഴുതേണ്ടത് റെസിപ്റ്റ് സൈഡല്ല പേയ്മെന്റ് സൈഡാണ്. ബാലൻസ് ബ്രോ ഡൗൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ശ്രദ്ധിക്കേണ്ട കേസിൽ അവിടെ ക്യാഷ് ബാലൻസ് വരില്ല. കാരണം ക്യാഷ് ഒരിക്കലും മൈനസ് ബാലൻസ് വരുന്നില്ല. ക്ലോസിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് മാത്രമായിരിക്കും ഒന്നാമത്തെ ആലോചിക്കുക. അത് എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡിലും, ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നത് എവിടെയായിരിക്കും ഡെബിറ്റ് സൈഡ് റിസിപ്റ്റ് സൈഡ് ആയിരിക്കും. അവിടെയും ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്നർത്ഥം. ക്യാഷ് ബാലൻസ് ഒരു പക്ഷേ ബാലൻസ് ഉണ്ടായിരിക്കാം, പ്രൈസ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് സൈഡിൽ വരാം. അതേസമയം ബാങ്ക് എമൗണ്ട് ഉണ്ടാവാതിരിക്കാം, അത് ഓവർ ഡ്രാഫ്റ്റ് ആകും. പക്ഷെ ഒരിക്കലും എന്ത് വരില്ല, മൈനസ് ക്യാഷ് ബാലൻസ് വരില്ല എന്നർത്ഥം. റിസീവ് സൈഡിൽ ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് വരില്ല, അതുപോലെ തന്നെ പേയ്മെന്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് വരില്ല എന്ന് കാര്യം. Here's an example for receipts and payments format. മിക്കവാറും എല്ലാ ഐറ്റംസും വന്നു ഒന്ന് നോക്കാം. റിസീപ്റ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സബ്സ്ക്രിപ്ഷൻസ്, ജനറൽ ഡൊണേഷൻസ്, സെയിൽസ് ഓഫ് ന്യൂസ് പേപ്പർ, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ if it is a sports club, interest on fixed deposit, interest in investment, locker rent, sale of scrap, received from charity, amount received from charity, miscellaneous receipts, sale of investment, sale of fixed assets, life membership fees, എൻട്രൻസ് ഫീ. ഇത്രയും സാധാരണ വരാവുന്ന നോർമൽ കേസ് വരാവുന്ന റെസിപ്റ്റ്സിന്റെ പേരാണ് തന്നിരിക്കുന്നത്. അതുപോലെ വലത്തുവശത്ത് ബാലൻസ് ബോർഡൻ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ പേയ്മെന്റ് സൈഡിലാണ് വരിക ഓവർ ഡ്രാഫ്റ്റ്. പിന്നെ വേജസ് ആൻഡ് സാലറീസ് എക്സ്പെൻഡിച്ചേഴ്സ്, റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെന്റ്, സൺട്രി എക്സ്പെൻസസ്, ടെലിഫോൺ ചാർജസ്,
entertainment expenses, audit fees, honorarium, repairs and renewals, purchase of assets, purchase of investments. ഇത്രയും എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എല്ലാം പേയ്മെന്റ്സ് എല്ലാം എഴുതി ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് ഇൻ ബാങ്കോ കിട്ടും. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഓപ്പണിംഗ് ബാലൻസ് എങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും, അത് പേയ്മെന്റ് സൈഡ് എഴുതി. അതുപോലെ ക്രെഡിറ്റ് ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണെങ്കിൽ ബാങ്കിൽ വരുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരുന്നുണ്ട്. ഒരിക്കലും അവിടെ നിന്ന് വരില്ല ക്യാഷ് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് വരില്ല എന്നർത്ഥം. ഇതിൽ മിക്കവാറും സാധാരണ വരുന്ന ഐറ്റംസ് എല്ലാം കൂടിയുള്ള ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ക്യാഷ് ബുക്കിന്റെ അബ്സ്ട്രാക്റ്റ് ആണ് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. സ്റ്റിൽ ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. അതായത് ക്യാഷ് ബുക്കിന് ശേഷമാണ് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ക്യാഷ് ബുക്ക് ഇസ് എ റെക്കോർഡ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. ആദ്യം എഴുതുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിന്റെ സമ്മറി എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്ക് കിട്ടുന്ന ക്യാഷ് ബുക്കിലത്തെ ഓരോ ഐറ്റം എടുത്തിട്ട് അതിന്റെ ടോട്ടൽ ചെയ്തിട്ട് ഹെഡ് തിരിച്ചിട്ടാണ് റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അതിന്റെ സമ്മറിയാണ്. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. ഒരു ജേണൽ അല്ല റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. റിയൽ അക്കൗണ്ടിന്റെ സ്വഭാവം കാണിക്കുന്ന റിസീപ്റ്റ്സും പേയ്മെന്റ്സും കാണിക്കുന്നതാണ്. പക്ഷെ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജേണൽ ആസ് വെൽ ആസ് ലെഡ്ജർ. രണ്ടും കൂടി ചേർന്നതാണ് ക്യാഷ് ബുക്ക്. അവിടെ എന്ത് വരുന്നത് നരേഷനും ഒക്കെ വരുന്നത് ഡേ ബുക്കാണ് ക്യാഷ് ബുക്ക്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അത് എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ഒരു വർഷത്തിന് അവസാനം എന്താണ് ഈ വർഷത്തെ ടോട്ടൽ റിസീപ്റ്റ്സ് ടോട്ടൽ പേയ്മെന്റ്സ് എന്ന് അറിയാനാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഷുഡ് ബി പ്രിപ്പയർഡ് ത്രൂ ഔട്ട് ദ പീരീഡ്. എല്ലാം ഓരോ ഡേറ്റ് ഓരോ ദിവസവും ഓരോ സമയത്തും ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും എൻട്രി ചെയ്യേണ്ടതാണ് ക്യാഷ് ബുക്ക് എന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ത്രൂ ഔട്ട് ദ അക്കൗണ്ടിങ് പീരീഡ്. അതുപോലെ തന്നെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇസ് ഡ്രോൺ മെയിൻലി ബൈ നോൺ ട്രേഡിംഗ് കൺസേൺ. മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷന് ഇതിന് ആവശ്യമില്ല. അവിടെ ക്യാഷ് ബുക്ക് കഴിഞ്ഞാൽ സാധാരണ ട്രയൽ ബാലൻസ് ഉണ്ടാക്കണോ, ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ട് ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്നു എന്നാണ് വരുന്നത്. പക്ഷേ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ആവശ്യം വരുന്നത് നോൺ ട്രേഡിംഗ് കൺസേൺ മാത്രമാണ്. പക്ഷേ ക്യാഷ് ബുക്ക് ഈസ് ക്യാപ്ഡ് ബൈ ഓൾ കൺസേൺസ്, ഓൾ ബിസിനസ് കൺസേൺ. എന്ത് തരത്തിലുള്ള സ്ഥാപനമാണെങ്കിലും ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. How was the class today? Receipts and payments അക്കൗണ്ടിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ബേസിക്കായ കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നോക്കുക, വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എടുക്കാം. ചെറിയൊരു ആക്ടിവിറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ പുറത്തിന് തരുന്നുണ്ട്, അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ദിസ് വീഡിയോ. Here's a homework to you. അവിടെ എന്താ പറയുന്നത്, നിസാൻ യുവർ ഫ്രണ്ട് ഹാസ് ഗോട്ട് എ ജോബ് ആസ് ക്ലർക്ക് in a newly formed charitable society. She has no idea how the receipts and payments account will appear. So she seeks your help for the same. As an expert in this field, explain the procedure to be followed in preparation of the ceremony. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലായെന്ന് വെച്ചാൽ ഒരു ആൾക്കൊരു ഹെൽപ്പ് ചെയ്യുക, ഒരു അഡ്വൈസ് കൊടുക്കാം. എന്താ പ്രൊസീജിയറാണ് ഉപയോഗിക്കേണ്ടത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യുക. അത് ആൻസർ എനിക്ക് മറുപടി